US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ ഫെഡറൽ കോടതി. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചെന്ന് കണ്ടെത്തിയ കോടതി താരിഫ് നയങ്ങൾ പ്രഖ്യാപിക്കുന്നത് തടഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി തീരുവകൾ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നാണ് 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനിടെ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പിന്മാറുന്നതായി എലോൺ മസ്ക് വ്യക്തമാക്കി. ചെലവ് ചുരുക്കൽ ലക്ഷ്യമിട്ട് ട്രംപ് തന്നെ ഏൽപ്പിച്ച ദൌത്യത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നു എന്ന വിശദീകരണത്തോടെയാണ് ഇപ്പോൾ മസ്ക് പിന്മാറുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഡോക്ടർ സജിമോൻ ആന്റണി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ട്രംപ് ഇങ്ങനെ എന്തൊക്കെ ചെയ്താലും അവസാനം അത് സെനറ്റിന്റെയും ഫെഡറൽ കോടതിയുടെയൊക്കെ മുന്നിലേക്ക് എത്തുമെന്നൊരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഫെഡറൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ അധികാര പരിധി ലംഘിച്ചാണ് ട്രംപ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് എന്ന ഒരു ഉത്തരവ് വരുമ്പോൾ, തീരുവ അടിച്ചേൽപ്പിച്ചത് വിലക്കുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്? തീർച്ചയായിട്ടും ഇതൊരു ഇമ്പാക്ട് ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിലെ ജനുവരി 20 വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബ് ആണെങ്കിൽ ഏറ്റവും ലോകരാഷ്ട്രങ്ങൾ പ്രതിപാദിച്ച ഒരു വിഷയം, അല്ലെ നമ്മളാണെങ്കിലും ചർച്ചകളിൽ പ്രതിപാദിച്ച വിഷയം ഏതാണെന്ന് ചോദിച്ചത് ടാരിഫാണ്. അപ്പൊ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ടാരിഫ് 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 എന്നുള്ളൊരു വേർഡായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഏകദേശം ഇന്ന് ഈ ജനുവരി 20 തൊട്ട് ഇന്ന് മെയ് 27 വരെ ഈ ഒരു 3 മാസം കൊണ്ട്, 4 മാസം കൊണ്ടിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ 4 വർഷം കൊണ്ട് എന്തുമാത്രം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇട്ടോ അതിനേക്കാളും കൂടുതൽ, ഏകദേശം 160-ലധികം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഫെഡറൽ കോർട്ടിന്റെ വിധി മാൻഹാട്ടനിൽ നിന്നാണ്. അതൊരു സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്കാണ് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തുടക്കം മുതലേ ഈ ടാരിഫ് പ്രതികൂലികൾ, പ്രത്യേകിച്ച് ഡെമോക്രാറ്റ്സുകളും മറ്റ് ആൾക്കാരും പറയുന്ന ഒരു നിയമവിദഗ്ധരും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ടാരിഫ് എന്നുള്ളത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ എക്സ്ക്ലൂസീവ്ലി വരുന്ന ഒരു കാര്യമല്ല, അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് US കോൺഗ്രസിന്റെ പരിധിയിൽ വരുന്നതാണ്. ഹിസ്റ്റോറിക്കലി ഇതിനു മുമ്പുള്ള ടാരിഫ് ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ US കോൺഗ്രസിന്റെ പെർമിഷനോട് കൂടി അവിടെ ചർച്ച നടന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങളായിരുന്നു, അല്ലാണ്ട് പ്രസിഡന്റിന്റെ യൂണിയൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വാഗ്വാദം. അപ്പൊ അതിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസാണ്, ഇതൊരു നാഷണൽ എമർജൻസിയുടെ പാർട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു കാരണം കൊണ്ടിട്ട് പ്രസിഡന്റിന് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു ട്രാക്കിലായിരുന്നു പോയിരുന്നത്. അപ്പൊ ആ ഒരു ട്രാക്കിന് ഒരു വിലങ്ങാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്, ഈ ഫെഡറൽ കോർട്ടിന്റെ അത്. അപ്പം അതോടൊപ്പം പറയേണ്ട ഒരു സുപ്രധാന വഴിപ്പാണ്, എന്നാൽ ഒരു സുപ്രധാന വിധിയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ ലോവർ റേഞ്ചിലുള്ള ഒരു കോർട്ടാണ് ഈ ഓർഡർ ഇട്ടിരിക്കുന്നത്. 3 ജഡ്ജിമാരുടെ ഐകകണ്ഠ്യേന തീരുമാനമായത്, പ്രത്യേകിച്ചും ഒരു ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ ഇതൊരു വളരെ നിർണായകമായ ടോപ്പിക്കായിട്ട് കോർട്ടിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കിലേക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ഇതിനൊരു ചലഞ്ച് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ ചലഞ്ച് വന്നു. അതോടൊപ്പം തന്നെ 12 തൊട്ട് 15ഓളം ഡെമോക്രാറ്റിക് ഭരിക്കുന്ന സ്റ്റേറ്റുകളും ഇതുപോലെ തന്നെ പല കോർട്ടുകളിലും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിധിയും ഇനി ഒന്നായിട്ട് വരാനിരിക്കുകയാണ്. ഏതായാലും ഇതൊരു US സുപ്രീം കോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് US സുപ്രീം കോർട്ടിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടാരിഫ് അമേരിക്കൻ ജനതയെ വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. കാരണം ടാരിഫ് ഒരു ടാക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്നുള്ള ഒരു 65% അമേരിക്കൻസും പറയുന്നത്. എന്നാൽ ഒരു 30-35% ആൾക്കാർ പറയുന്നത് ഒരു ടെമ്പററി ഇൻഫ്ലിക്റ്റ് ആണ്. അതിനുശേഷം വരും മാസങ്ങളിൽ ട്രേഡ് നെഗോഷിയേഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമേരിക്കൻ ഇക്കണോമി അല്ലെങ്കിൽ ഇവിടുത്തെ മാനുഫാക്ചറിംഗ് സെക്ടറിന് വലിയൊരു പുരോഗതി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് 30-35% ആൾക്കാർക്കുള്ളത്. ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇതുവരെയുള്ള ഒരു പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ മലയോര പാതയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, അതുപോണക്കാണ്. ഓരോ നിമിഷവും ഓരോ വളവും തിരിവുമാണ്, ഓരോ ഇറക്കവും കയറ്റവുമാണ്. കാരണം 2%, 2.8% ആവറേജ് ആയിരുന്നു ഇവിടുത്തെ ടാരിഫ് എന്നെങ്കിൽ അത് റേസ് ചെയ്ത് 25% എന്നുള്ള ടോക്കിലേക്ക് വന്നു. അതിനുശേഷം റെസിപ്രോക്കൽ ടാക്സ് വന്നു. അതിലൊക്കെ ഇന്ത്യയൊക്കെ 45-50% വന്നു.
പിന്നെ ചൈനയുടെ കാര്യത്തിൽ അത് 145% വരെ മുന്നേക്ക് പോയി. അതിനുശേഷം അത് വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ പുറകോട്ട് റിട്രീറ്റ് ചെയ്തുകൊണ്ട് 80%, ഇപ്പോൾ അത് 45% കിടക്കുന്നു. ഇടയ്ക്ക് യൂറോപ്യൻ യൂണിയനായിട്ട് 50% പറഞ്ഞു, അതിനുശേഷം അത് 25%ലേക്ക് വന്നു. പിന്നെ അത് ക്യാൻസൽ ആക്കി പോസ്റ്റ് ചെയ്തു 90 ഡേയ്സിലേക്ക്. ഇപ്പൊ പിന്നെ അത് സംസാരങ്ങൾ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ സംസാരമുണ്ട് അതിനെ തിരിച്ച് 25%ലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പൊ അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം വാണിജ്യ രംഗത്ത് ഒന്നടങ്കം ഇവിടുത്തെ ചെറുകിട ബിസിനസ് ഉൾപ്പെടെ ലോകമാകമാനമുള്ള എല്ലാ ബിസിനസ്സുകാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു ടാരിഫ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടെമ്പററി ആയിട്ട് ഒരു റിലീഫ് കിട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ലീഗലി അത് ഇൻകറക്റ്റ് ആയിരിക്കും. കാരണം അതിനേക്കാൾ ഉപരി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു റിലീഫ് അല്ല, ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതിലേക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആഡ് ചെയ്തു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ വിമർശകനായിരുന്ന ഇലോൺ മസ്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ചെലവ് നിയന്ത്രണമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡോജ് ഉണ്ടാക്കിയതും ഡോജിലേക്ക് ഇലോൺ മസ്ക് വരുന്നതുമൊക്കെ. ആ ടീം ട്രംപിൽ നിന്ന് ഇലോൺ മസ്ക് ഇറങ്ങുകയാണ്, കാലാവധി തീർന്നു എന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും ട്രംപുമായി ഇങ്ങനെ യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലുള്ള ഇറക്കമായി വേണ്ട അതിനെ കാണാൻ. ട്രംപുമായിട്ടുള്ള ഹണിമൂൺ ഇലോൺ മസ്കിന്റെ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു വസ്തുത. അത് എങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് എക്സിറ്റിലേക്ക് വരും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നത്. അത് ഈ ഒരു സമയത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ US കോൺഗ്രസിൽ ഇവിടുത്തെ ബജറ്റ് പാസ്സാക്കുകയുണ്ടായി. ഏകദേശം 30 ട്രില്യൺ ഡെഫിഷ്യറ്റ് അമേരിക്കൻ ബജറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോഡ്ജ് ഉണ്ടാക്കിയത് തന്നെ, ഇലോൺ മസ്കിനെ അതിന്റെ ഇൻചാർജ് ആക്കിയത് തന്നെ. അപ്പൊ അത് ഇവിടെ പലയിടത്തും പല മേഖലകളിലും കത്തിവെച്ച് ആ ഒരു ഡെഫിഷ്യറ്റ് കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത, ആ കട്ടുകളൊന്നും ബില്യൺസോ ട്രില്യൺസോ ഒന്നും അല്ലായിരുന്നു, മില്യൺസ് മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. എന്നാൽ അതിന് ടോട്ടലി വിപരീതമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെ പറയാൻ പറ്റും, പോളിസിയുടെ കാര്യത്തിൽ ട്രംപ് എടുത്തത്. കാരണം ആ ബജറ്റ് പാസ്സാക്കിയതിനകത്ത് 30 ട്രില്യന് 33.5, അതായത് 3.5 ട്രില്യനും കൂടെ ഡെഫിഷ്യറ്റ് കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു ബജറ്റാണ് US കോൺഗ്രസിൽ ഇപ്പൊ പാസ്സാക്കി വെച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സെനറ്റിലൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ, ആ ഒരു രൂപത്തിലും ഭാവത്തിലും പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഇക്കണോമി അല്ലെങ്കിൽ അമേരിക്കൻ ട്രേഡ് ഡെഫിഷ്യൻസി 30 ട്രില്യനിൽ നിന്നും 33.5 ട്രില്യനിലേക്ക് ഉയരുകയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മസ്ക് അത് പബ്ലിക്കലി തന്നെ എക്സിൽ കുറിച്ചു. ഇതൊരു ശരിയായ പോളിസി അല്ല, ഈ അഡ്മിനിസ്ട്രേഷന്റെ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ പറയുകയും അതോടൊപ്പം അദ്ദേഹം ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ വിഡ്രോ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ട്രംപിനെ ചെറിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ല. എന്നാൽ ഇലോൺ മസ്കിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. 2016 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ഇലോൺ മസ്കിനെ പോലെ തന്നെ വളരെ പ്രാഗൽഭ്യരായിട്ടുള്ള പ്രൈവറ്റ് ഇക്കണോമിയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബിസിനസ്സിലുള്ള ലീഡേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. ആ ഹണിമൂണൊക്കെ 3 മാസവും 6 മാസമോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ഹണിമൂൺ തീരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതേ ഒരു ട്രാക്കിലേക്കാണ് ഈ ഒരു പോയിന്റിൽ പോകുന്നത്. കാരണം ട്രംപിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ചില ലീഡിംഗ് ബിസിനസ് മാഗ്നറ്റുകൾ, ഇലോൺ മസ്ക് മാത്രമല്ല, ഇലോൺ മസ്കിനെ പോലെയുള്ള മറ്റു ചില സീനിയർ അഡ്വൈസേഴ്സും ഈ ടാരിഫിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ട്രംപിനെ സപ്പോർട്ട് ചെയ്താലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫെഡറൽ ഡെഫിഷ്യറ്റിന്റെ കാര്യത്തിനകത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ പോളിസികൾ കോൺട്രഡിക്ടറി ആണ് എന്നുള്ളതാണ് അവരുടെയും അഭിപ്രായം. ഡോക്ടർ സജിമോൻ ആന്റണി ഇത്ര വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഇന്ന് 2 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് അമേരിക്കയിലുള്ളത്. ഒന്ന്, ഫെഡറൽ കോടതിയുടെ വിമർശനമാണ്, അതൊരു ലീഗൽ ബാറ്റലിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം ഡോജിൽ നിന്നും ഇറങ്ങുകയാണ് ഇലോൺ മസ്ക്. ഇനി ട്രംപിന്റെ ഒപ്പം ഇലോൺ മസ്ക് ഇല്ല ആ ഭരണ ടീമിൽ എന്നതാണ് വസ്തുത. ഇനി മറ്റു വാർത്തകൾ നോക്കാം.